षया सप्त पूर्वे चत्वारो मनवस्तथा मद्भावा मानसा जाता येषां लोक इमा प्रजा. പൂർവേ മുമ്പ് സപ്ത മഹർഷയ ഏഴ് മഹർഷികളും തഥാ അപ്രകാരം ചത്വാര നാല് മനവ മനുക്കളും മദ്ഭാവ എന്നിൽ നിന്നും ഉദ്ഭവിച്ച മാനസ മനസ്സിൽ നിന്ന് ജാത ജനിച്ചവരാണ് ലോകേ ലോകത്തിൽ ഇമ പ്രജ ഈ പ്രജകൾ യേശാ യാതൊരുവരുടെ ആകുന്നു അവരുടെ ആകുന്നു. ശ്രീ ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദരുടെ വിവർത്തനവും ഭാവാർത്ഥവും ശ്രീല പ്രഭുപാദ് കി ജയ്. ശ്രേഷ്ഠരായ സപ്തഋഷികളും അവർക്ക് മുൻപ് 4 മഹർഷിമാരും മാനവ സമുദായത്തിന്റെ പൂർവികരായ മനുക്കളും എന്നിൽ നിന്ന് ഉദ്ഭവിച്ച എന്റെ മാനസപുത്രന്മാരാണ്. വിവിധ ഗ്രഹങ്ങളുള്ള ജീവജാലങ്ങളെല്ലാം അവരുടെ പിന്തുടർച്ചക്കാരാണ്. ഭാവാർത്ഥം: വിശ്വനിവാസികളുടെ പരമ്പരയെ ഭഗവാൻ സംക്ഷിപ്തമായി വിവരിക്കുകയാണ് ഇവിടെ. ഹിരണ്യഗർഭൻ എന്നറിയപ്പെടുന്ന ബ്രഹ്മാവാണ് ഭഗവത് ശക്തിയുടെ ആദിമ സൃഷ്ടി. ബ്രഹ്മാവിൽ നിന്ന് സപ്തഋഷികളും അവർക്കു മുമ്പ് സനകൻ, സനന്ദനൻ, സനാതനൻ, സനത്കുമാരൻ എന്നീ 4 മഹർഷിമാരും മനുക്കളും ഉദ്ഭവിച്ചു. ഈ 25 മഹർഷിമാരാണ് ഈ ബ്രഹ്മാണ്ടത്തിലെ സർവ്വജീവജാലങ്ങളുടെയും പൂർവ്വപിതാക്കൾ. ഓരോ ബ്രഹ്മാണ്ടത്തിലും എണ്ണമറ്റ ലോകങ്ങളും ഗ്രഹങ്ങളും ഉൾപ്പെടുന്നു. ഓരോ ഗ്രഹങ്ങളിലുമുണ്ട് വിവിധ തരത്തിലുള്ള നിവാസികൾ. ഈ 25 കുലപതികളിൽ നിന്നുണ്ടായവയാണ് എല്ലാം. സൃഷ്ടി ചെയ്യേണ്ടതെങ്ങനെയെന്ന് കൃഷ്ണന്റെ കാരുണ്യം കൊണ്ട് ഗ്രഹിക്കുന്നതിന് മുമ്പായി ബ്രഹ്മാവ് 1000 ദേവവർഷങ്ങൾ തപസ് അനുഷ്ഠിച്ചു. പിന്നീടാണ് അദ്ദേഹത്തിൽ നിന്ന് സനക, സനന്ദ, സനാതന, സനത്കുമാരന്മാരും അവർക്കു ശേഷം രുദ്രനും പിന്നെ സപ്തഋഷികളും ഉളവായത്. അങ്ങനെ ഭഗവത് ശക്തിയിൽ നിന്ന് ബ്രാഹ്മണരും ക്ഷത്രിയരുമെല്ലാം ഉദ്ഭവിച്ചു. ബ്രഹ്മാവ് പിതാമഹനെന്നും കൃഷ്ണൻ പ്രതിപിതാമഹനെന്നും അറിയപ്പെടുന്നു. ഇത് ഭഗവത്ഗീത 11-ാം അധ്യായത്തിലും 11-ാം അധ്യായം 39-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്. 7-ാമത്തെ ശ്ലോകം: ഏതാ വിഭൂതിം യോഗം ച മമ യോ വേത്തി തത്വതഃ സോവികൽപേന യോഗേന യുജ്യതേ നാത്ര സംശയഃ. ഏതാ വിഭൂതിം യോഗം ച മമ യോ വേത്തി തത്വതഃ സോവികൽപേന യോഗേന യുജ്യതേ നാത്ര സംശയഃ. ഏതാ വിഭൂതിം യോഗം ച മമ യോ വേത്തി തത്വതഃ സോവികൽപേന യോഗേന യുജ്യതേ നാത്ര സംശയഃ. മമ എന്റെ, ഏതാ വിഭൂതി ഈ വിഭൂതിയെയും, യോഗം ച യോഗാത്മക ശക്തിയെയും, തത്വതഃ യഥാർത്ഥമായി, യാതൊരുവൻ, വേത്തി അറിയുന്നുവോ, സ അവൻ, അവികൽപേന യോഗേന യോഗത്തോട്, ഭക്തിയുത സേവനത്തിൽ, യുജ്യതേ യോജിക്കുന്നു, മുഴുകുന്നു, അത്ര അതിൽ, ന സംശയഃ സംശയമില്ല. എന്റെ വിഭൂതികളും യോഗശക്തിയും എന്തെന്ന് ശരിയായി ബോധ്യപ്പെട്ടവർ കലർപ്പില്ലാത്ത ഭക്തിയുത സേവനത്തിൽ മുഴുകുന്നു. ഇതിന് യാതൊരു സംശയവും ഇല്ല. ഭാവാർത്ഥം: ആധ്യാത്മിക പരിപൂർണതയുടെ ഉച്ചകോടിയാണ് ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം. പരമപ്രഭുവിന്റെ വിവിധ വിഭൂതികളെ പറ്റി തികച്ചും വിശ്വാസം ഉദിക്കാത്ത ഒരാൾക്ക് ഭക്തിപൂർവമായ സേവനത്തിൽ ഏർപ്പെടാൻ സാധിക്കുകയില്ല. ഈശ്വരൻ മഹാനാണെന്ന് ഏവർക്കും അറിയാം. എങ്ങനെയുള്ളതാണ് ഈ മഹത്വമെന്ന് വിശദമായി അറിവില്ലാതാനും. അതിവിടെ വിവരിക്കുകയാണ്. ദൈവത്തിന്റെ മഹത്വം എപ്രകാരമാണെന്ന് ശരിക്കറിഞ്ഞയാൾ സ്വാഭാവികമായി ആത്മസമർപ്പണം ചെയ്ത് ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുന്നു. ഭഗവാന്റെ വിഭൂതികൾ ശരിക്ക് അറിയുന്ന ആൾ അദ്ദേഹത്തിന് ആത്മസമർപ്പണം ചെയ്യുന്നു. അയാൾക്ക് മറ്റുപായങ്ങളൊന്നുമില്ല. ശ്രീമദ് ഭാഗവതവും ഭഗവത്ഗീതയും പോലെയുള്ള സാഹിത്യങ്ങളിലെ വിവരണങ്ങളിൽ നിന്ന് ഈ വാസ്തവ വിജ്ഞാനം നേടാവുന്നതാണ്. വിശ്വഭരണത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അനേകം ദേവന്മാർ ഗ്രഹയൂഥങ്ങളിലുണ്ട്.
അവരിൽ പ്രമുഖരാണ് ബ്രഹ്മാവും ശിവനും 4 മഹാത്മാരായ കുമാരന്മാരും മറ്റ് പ്രജാപതികളും. വിശ്വജനതയ്ക്ക് ധാരാളം പൂർവികന്മാരുണ്ട്. അവരെല്ലാം പരമപുരുഷനായ കൃഷ്ണനിൽ നിന്ന് ജനിച്ചവരാണ്. പരമദിവ്യോത്തമ പുരുഷനായ കൃഷ്ണൻ എല്ലാ പൂർവികന്മാരുടെയും ആദിമ പിതാവാണ്. ഇവയാണ് ചില ഭഗവത് വിഭൂതികൾ. ഇവയിൽ വിശ്വാസമുറച്ചവർ കൃഷ്ണനെ സംശയലേശമന്യേ മഹത്തായ വിശ്വാസത്തോടെ സ്വീകരിച്ച് ഭക്തിയുത സേവനത്തിൽ മുഴുകുന്നു. പ്രേമഭക്തിയുത സേവനത്തിൽ താല്പര്യം വളർത്താനുള്ളതാണ് ഈ സവിശേഷ ജ്ഞാനമല്ല. കൃഷ്ണന്റെ മഹത്വം മനസ്സിലാക്കുന്നതിൽ ആർക്കും ഉപേക്ഷ പാടില്ല. അതറിയുന്നതിലൂടെ മാത്രമേ ആത്മാർത്ഥമായി ഭക്തി സാധനയിൽ ഉറച്ചു നിൽക്കാനുള്ള കഴിവ് ലഭിക്കുകയുള്ളൂ. ഹരേ കൃഷ്ണ. രണ്ടാമത്തെ അധ്യായത്തില് 6-ാമത്തെ ശ്ലോകത്തില് നമ്മൾ കാണുന്നത് ഭഗവാൻ പറയുന്നു, ശ്രേഷ്ഠരായ സപ്തഋഷികളും അവർക്ക് മുൻപ് 4 മഹർഷിമാരും മാനവ സമുദായത്തിന്റെ പൂർവികരായ മനുക്കളും എന്നിൽ നിന്നും ഉത്ഭവിച്ച എന്റെ മാനസപുത്രന്മാരാണ് എന്ന് പറയുന്നു. നമുക്കറിയാം, ഗർഭോദകശായി വിഷ്ണുവിൽ നിന്നിട്ടാണ് ബ്രഹ്മാവിന്റെ ഉത്പത്തി. അതായത് ബ്രഹ്മാവ് ഉത്ഭവിച്ചത് ഗർഭോദകശായി വിഷ്ണുവിന്റെ ആ നാക്കിൽ നിന്നും, ആ പൊക്കിൾക്കൊടിയിൽ നിന്നും വരുന്ന താമരയിൽ നിന്നിട്ടാണ് ബ്രഹ്മാവ് ഉത്ഭവിച്ചത്. ബ്രഹ്മാവിൽ ആ സൃഷ്ടി ചെയ്യുന്നതിനുള്ള ഇനി അങ്ങോട്ടുള്ള സൃഷ്ടി ചെയ്യുന്നതിനുള്ള ജ്ഞാനം ലഭിച്ചതും ഗർഭോദകശായി വിഷ്ണുവിൽ നിന്നാണ്. ആ ജ്ഞാനം ലഭിച്ചിട്ട് ബ്രഹ്മാവ് എന്ത് ചെയ്തു? പിന്നീട് സൃഷ്ടി തുടങ്ങി. ആ സൃഷ്ടിയുടെ ആദ്യമായിട്ട് ആരാണ് വന്നത്? ആ 4 കുമാരന്മാരാണ് ആദ്യമായിട്ട് വന്നത്. പക്ഷേ ആ 4 കുമാരന്മാര് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിച്ച് അവരിൽ നിന്നും അടുത്ത ഒരു സൃഷ്ടിയിലേക്ക് കടക്കാൻ അവര് ആഗ്രഹിച്ചില്ല. അവരവരുടെ സിലബസി, അതായത് ആ ബ്രഹ്മചര്യം തുടർന്നു കൊണ്ടുപോകാനാണ് അവര് ആഗ്രഹിച്ചത്. അതുകൊണ്ട് തന്നെ അവര് സ്വന്തം കമണ്ഡലുവിൽ നിന്നും ജലം എടുത്ത് അവര് സ്വയം അവരെ ശപിക്കുകയാണ് ചെയ്തത്. അതായത് എന്നും കുമാരന്മാരായി തന്നെ നിലനിൽക്കട്ടെ എന്നവരെ ശപിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം രുദ്രന്റെ ജനനത്തെ പറ്റി പറയുന്നു. രുദ്രൻ എങ്ങനെയെന്നാൽ ജനിച്ചത്, അതായത് അദ്ദേഹത്തിന്റെ ജന്മം സംഭവിച്ചത് ബ്രഹ്മാവിന്റെ ക്രോധത്തിൽ നിന്നാണ്. അതായത് ബ്രഹ്മാവിന്റെ 2 പുരികങ്ങൾക്കിടയിലുള്ള ആ സ്ഥാനത്ത് നിന്നും അവിടെ നിന്നിട്ടുമാണ് രുദ്രൻ ഉദ്ഭവിച്ചത്. അതിനുശേഷം സപ്തഋഷികളും അതുപോലെ തന്നെ പ്രജാപതികളുടെയും ഒക്കെ സൃഷ്ടിയാണ് നടന്നത്. അതൊക്കെ വിശദമായിട്ട് ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. എങ്ങനെയാണ് ഇവരെല്ലാവരും ബ്രഹ്മാവിൽ നിന്നും ഉദ്ഭവിച്ചത് എന്നതിനെ കുറിച്ച്. അതായത് നാരദ മഹർഷി ബ്രഹ്മാവിന്റെ യുക്തി ചിന്തയിൽ നിന്നിട്ടാണ് ഉദ്ഭവിച്ചത്. അതുപോലെ വസിഷ്ഠൻ ബ്രഹ്മാവിന്റെ ശ്വാസത്തിൽ നിന്നിട്ടാണ്. അതുപോലെ ദക്ഷ പ്രജാപതി ബ്രഹ്മാവിന്റെ തള്ളവിരലിൽ നിന്നിട്ടാണ് ഉദ്ഭവിച്ചത്. അതുപോലെ ഭൃഗു മഹർഷി ബ്രഹ്മാവിന്റെ സ്പർശത്തിൽ നിന്നിട്ടാണ് ഉദ്ഭവിച്ചത്. ക്ഋതു ബ്രഹ്മാവിന്റെ കരങ്ങളിൽ നിന്നിട്ടാണ്. പുലസ്ത്യ ബ്രഹ്മാവിന്റെ ചെവിയിൽ നിന്നിട്ട്. അങ്കിരസ് ബ്രഹ്മാവിന്റെ വായിൽ നിന്നിട്ട്. അതുപോലെ അത്രി ബ്രഹ്മാവിന്റെ കണ്ണിൽ നിന്നിട്ട്. പിന്നീട് മരീചി ബ്രഹ്മാവിന്റെ മനസ്സിൽ നിന്നിട്ട്. പുലഹ ബ്രഹ്മാവിന്റെ നാക്കിൽ നിന്നിട്ട്. കർദമമുനി ബ്രഹ്മാവിന്റെ നിഴലിൽ നിന്നിട്ട്. ഇതെല്ലാം വിശദമായിട്ട് ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. അത് 1-ാമത്തെ സ്കന്ധത്തില് 1-ാമത്തെ അധ്യായത്തില് 1-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. തേനേ ബ്രഹ്മഹൃദയ ആദി കവയെ എന്ന ആ ശ്ലോകത്തില് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പക്ഷേ എങ്ങനെയാണ് എങ്കിലും ഇവിടെ പറയുന്നു, ബ്രഹ്മാവ് പിതാമഹനെന്നും കൃഷ്ണൻ പ്രതിപിതാമഹനെന്നും അറിയപ്പെടുന്നു എന്ന് ഈ ഒരു ശ്ലോകത്തില് പറയുന്നു. അതായത് ബ്രഹ്മാവ് നമ്മുടെ പിതാമഹനാണ്. ആ പിതാമഹന്റെ പിതാവാണ് ആര്? ശ്രീകൃഷ്ണ ഭഗവാൻ. പക്ഷെ ഭഗവാന്റെ ഏറ്റവും മനോഹരമായ ഒരു കാര്യം എന്തെന്നാൽ ഭഗവാൻ എപ്പോഴും നവകിഷോര രൂപമാണ്. അതായത് എപ്പോഴും യുവത്വമാണ്. ഒരു 10-12 വയസ്സ് ആ ഒരു പ്രായത്തിലാണ് ഭഗവാൻ എപ്പോഴും നവകിഷോര രൂപമാണ് ഭഗവാനുള്ളത്. അപ്പോ ഈ ഒരു ശ്ലോകത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു, അതായത് നമ്മളുടെ ജീനിയോളജിയിലേക്ക് നമ്മൾ പോകാറുണ്ട്. അതായത് ആ ഒരു വംശത്തിന്റെ പുറകിലേക്ക് നമ്മുടെ അച്ഛന്റെ അച്ഛൻ, അച്ഛന്റെ അച്ഛന്റെ അച്ഛൻ, അങ്ങനെയൊക്കെ പറഞ്ഞു പുറകിലേക്ക് സഞ്ചരിക്കും. അപ്പൊ അതുപോലെ നമ്മൾ പുറകിലേക്ക് സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എല്ലാത്തിന്റെയും തുടക്കം എന്ന് പറയുന്നത് എവിടെ നിന്നിട്ടുമാണ്? ഭഗവാനിൽ നിന്നിട്ടുമാണ്. ഇനി അടുത്ത ശ്ലോകത്തില്, അതായത് 7-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ഭഗവാന്റെ വിഭൂതികളെ കുറിച്ച് മനസ്സിലാക്കിയാൽ
എന്താണ് ഒരു വ്യക്തിക്ക് സംഭവിക്കുക എന്നതിനെ കുറിച്ചിട്ട് ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നു. അതായത് ഈശ്വരൻ മഹാനാണെന്ന് ഇവർക്കും അറിയാം, എങ്ങനെയുള്ളതാണ് മഹത്വം എന്ന് വിശദമായി അറിവില്ലാതാനും അതിവിടെ വിവരിക്കുകയാണ്. ദൈവത്തിന്റെ മഹത്വം എപ്രകാരമാണെന്ന് ശരിക്കറിഞ്ഞയാൾ സ്വാഭാവികമായി ആത്മസമർപ്പണം ചെയ്ത് ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെടുന്നു. അതായത് ഭഗവാന്റെ മഹത്വം മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? സ്വാഭാവികമായി ആത്മസമർപ്പണം ചെയ്ത് ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെടും. മാത്രമല്ല, അങ്ങനെ മനസ്സിലാക്കിയ ഒരു വ്യക്തിക്ക്, അതായത് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കുന്നതിൽ അതിന്റെ മഹത്വം എന്തെന്നാൽ ആധ്യാത്മികമായി പരിപൂർണത ഉണ്ടാകും. അതാണ് ഭാവാർത്ഥത്തിന്റെ ആദ്യത്തെ വരിയിൽ പറയുന്നത്. ആധ്യാത്മിക പരിപൂർണതയുടെ ഉച്ചകോടിയാണ് ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം പൂർണ്ണമായിട്ടും ഒരു വ്യക്തി ഉൾക്കൊണ്ടാൽ ആ വ്യക്തിക്ക് ആധ്യാത്മികമായി പരിപൂർണത ഉണ്ടായി എന്ന് നമുക്ക് പറയാം. അപ്പോ എല്ലാവരും പറയും ഗോഡ് ഇസ് ഗ്രേറ്റ് എന്ന് പറയും. പക്ഷെ ഹൗ ഗ്രേറ്റ് ഇസ് ഗോഡ്? അതാണ് ഇവിടെ ഭാവാർത്ഥത്തിൽ പറയുന്നത്. ഈശ്വരൻ മഹാനാണെന്ന് ഏവർക്കും അറിയാം, എങ്ങനെയുള്ള ആ മഹത്വമാണ്, എങ്ങനെയുള്ളതാണ് ആ മഹത്വം എന്ന് വിശദമായി ആർക്കും അറിയില്ല. അത് എങ്ങനെ മനസ്സിലാക്കാമെന്നും ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നു. ശ്രീമദ് ഭാഗവതവും ഭഗവത്ഗീതയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഇപ്പം ശ്രീമദ് ഭാഗവതത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് ആ കാളിയന്റെ മേലെയുള്ള നർത്തനം, അല്ലെ? കാളിയൻ എന്ന് പറയുന്ന ആ ഒരു സർപ്പത്തിന്റെ മേൽഭാഗം എന്ന് പറയുന്ന വളരെ വഴുവഴുത്ത ഒരു പ്രതലമാണ്. ആ ഒരു പ്രതലത്തിൽ നിന്നും ഒരു നർത്തകനും നൃത്തം ചെയ്യാൻ സാധിക്കുകയില്ല, പക്ഷേ ഭഗവാന് സാധ്യമാണ്. അതുപോലെ ഗോവർദ്ധന പർവ്വതം ഉയർത്തുന്നത്, ആ ഒരു 7 പകലും 7 രാത്രിയും തന്റെ ഇടം കൈയിലെ ആ ചെറു വിരലിൽ ഗോവർദ്ധനം ഉയർത്തി നിന്നുകൊണ്ട്, അത് വെറുതെ ഉയർത്തി നിൽക്കുക മാത്രമല്ല, മറ്റൊരു കയ്യില് ഓടക്കുഴലും പിടിക്കുകയും അതുപോലെ അവിടെ നിൽക്കുന്ന ആ വൃന്ദാവനത്തിലെ നിവാസികൾക്ക് അവർക്ക് സന്തോഷം നൽകുകയും അവരോട് സംസാരിക്കുകയും ആ ഒരു ഗോവർദ്ധന പർവ്വതത്തിന് കീഴിൽ ആ ഒരു 7 പകലും 7 രാത്രിയും ശരിക്കും ഒരു ആഘോഷം തന്നെയായിരുന്നു നടന്നത്. അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ ആർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ? ഭഗവാന് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോ ശ്രീമദ് ഭാഗവതത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും, അതുപോലെ ഭഗവത്ഗീതയിലൂടെയും നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ ഈ ഒരു ശ്ലോകം കഴിഞ്ഞു കഴിഞ്ഞാൽ 8, 9, 10, 11 ഈ ഒരു അധ്യായത്തില് 8, 9, 10, 11 ഈ ഒരു 4 ശ്ലോകങ്ങളിലായിട്ട് നമ്മള് പരിശുദ്ധ ഭക്തി എന്തെന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. 8, 9, 10, 11 ശ്ലോകങ്ങളിൽ. അത് കഴിഞ്ഞിട്ട് 12ാമത്തെ ശ്ലോകത്തില് അർജുനൻ ഭഗവാന്റെ ആ ഒരു സുപ്രീം പൊസിഷൻ, അതായത് പരമോന്നതമായിട്ടുള്ള ആ ഒരു സ്ഥാനത്തെ അർജുനൻ അംഗീകരിക്കുന്നുണ്ട്, അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് അർജുനൻ പറയുന്നത്. പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ എന്ന് അർജുനൻ പറയുന്നത്. അതിനുശേഷം 19 മുതൽ 42 വരെയുള്ള ശ്ലോകം, ഈ ഒരു അധ്യായത്തില് 10ാമത്തെ അധ്യായത്തില് 19 മുതൽ 42 വരെയുള്ള ശ്ലോകങ്ങളില് ഭഗവാന്റെ വിഭൂതികൾ ഓരോന്നായിട്ട് നമുക്ക് വിവരിച്ച് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോ ഭഗവാന്റെ വിഭൂതി എന്തെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, നമ്മളൊന്ന് സാധാരണയായി ചിന്തിച്ചാൽ, ഇപ്പൊ നമ്മുടെ ഭൗതിക ലോകത്ത് തന്നെ ഒരു വ്യക്തിയുടെ മഹത്വം എന്ത് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളോട് സഹകരിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ മഹത്വം എന്ത് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ വ്യക്തി നമ്മൾക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ വ്യക്തിയെ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുവാനും അതിനെ ഉൾക്കൊള്ളുവാനും നമുക്ക് സാധിക്കും. അപ്പൊ ഭഗവാന്റെ വിഭൂതികളെ, ഭഗവാന്റെ മഹത്വം എന്ത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭഗവാനിൽ പൂർണ്ണമായിട്ട് അഭയം പ്രാപിക്കുവാൻ അല്ലെങ്കിൽ ശരണാഗതി പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കും. അപ്പൊ ആ വിഭൂതികൾ എന്ത് എന്ന് ഈ ഒരു അധ്യായത്തിൽ നമുക്ക് കാണാം. 19 മുതൽ 42 വരെയുള്ള ശ്ലോകങ്ങളിൽ. അതോടുകൂടി ഈ ഒരു അധ്യായം അവസാനിക്കുകയും ചെയ്യും. ഹരേ കൃഷ്ണ.